BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. BMC റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. വാർത്തകളിലേക്ക്. ബുധനാഴ്ച ഓൾഡ് മനാമ സുക്കിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് MPമാർ. മനാമ, മുഹറഖ്, ഇസ ടൗൺ, ഹമദ് ടൗൺ, റിഫ തുടങ്ങിയ ജനസാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളിലെ എല്ലാ കെട്ടിടങ്ങളും ഉടനടി പരിശോധിക്കണമെന്നും MPമാരുടെ സ്ട്രാറ്റജിക് തിങ്കിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് അഹമ്മദ് അൽ അസ്ലൂം പറഞ്ഞു. തകരാറുള്ള കേബിളുകളോ വയറിങ്ങുകളോ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം. മനാമയിലെ തീപിടുത്തത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 60ഓളം കടകൾ നശിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കഴിഞ്ഞ മാർച്ചിൽ സിത്രയിലെ ഒരു വീട് കത്തിനശിച്ച് 2 വയോധികർ മരിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഹമദ് ടൗണിലെ സോഷ്യൽ ഹൗസിംഗ് അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 4-അംഗ കുടുംബം മരിച്ചു. ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണ് മിക്കയിടത്തും തീപിടുത്തത്തിന് കാരണമാകുന്നത്. പഴയ വയറിങ്ങുകൾ മാറ്റേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട്. മനാമയുടെ വികസന പദ്ധതികൾ അടുത്ത വർഷം തുടങ്ങാനിരിക്കുകയായിരുന്നു. എന്നാൽ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് ഈ വർഷം തന്നെയാക്കണമെന്നാണ് ബഹ്റൈൻ ചേംബർ അംഗം അൽ സലൂമിന്റെ നിലപാട്. നിയമവിരുദ്ധ തൊഴിലാളികളെയും സാധുവായ CR മാത്രമല്ല, കെട്ടിടങ്ങൾ സുരക്ഷാ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈദ് അവധി ദിനങ്ങളോടനുബന്ധിച്ച് ട്രാഫിക് തിരക്ക് കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിച്ചതായി ട്രാഫിക് ഡയറക്ടർ ബ്രിഗേഡിയർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ വഹാബ് അൽ ഖലീഫ വ്യക്തമാക്കി. വിവിധ ടൂറിസം പോയിന്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും തിരക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. റോഡുകളിൽ ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജിദ് ഹൗസിന് സമീപം ബസ് റോഡ് നിർമ്മാണ തൊഴിലാളികൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിലാണ് സംഭവം. നിരവധി പേർക്ക് പരിക്കേറ്റു. സിവിൽ ഡിഫൻസും ട്രാഫിക് പട്രോൾ എയ്ഡഡ് പോലീസും സ്ഥലത്തെത്തി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മനാമയിൽ സുന്നി ഔഖാഫിന്റെ ആഭിമുഖ്യത്തിൽ അൽ ഫുർഖാൻ സെന്റർ സംഘടിപ്പിക്കുന്ന ഈദ്ഗാഹിന്റെ സംഘാടനത്തിനായി സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. മനാമ ഗോൾഡ് സിറ്റിക്ക് മുൻവശമുള്ള മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിലാണ് ഈദ്ഗാഹ് നടക്കുന്നത്. മുഖ്യ രക്ഷാധികാരി സൈഫുല്ല ഖാസിം, ചെയർമാൻ അബ്ദുൽ മജീദ് തിരുവത്ത്, ജനറൽ കൺവീനർ അബ്ദുസലാം ബേപ്പൂർ, കൺവീനർമാർ ഹിഷാം കെ ഹമദ്, മുഹമ്മദ് ഷാരിദ് വയനാട്, ആരിഫ് അഹമ്മദ്, സാഹിദ് പുതിയങ്ങാടി, കോർഡിനേഷൻ മുജീബ് റഹ്മാൻ എടച്ചേരി, പബ്ലിസിറ്റി മുബാറക് VK, കാസിദ് വില്യാപ്പള്ളി, ഷറഫുദ്ദീൻ അടൂർ, അബ്ദുള്ള പുതിയങ്ങാടി, റിഫ്രഷ്മെന്റ് യൂസുഫ് KP, ആഷിഖ് PN, റവന്യൂ ഫാറൂഖ് മാട്ടൂൾ, ഇക്ബാൽ കാഞ്ഞങ്ങാട്, ടെക്നിക്കൽ സപ്പോർട്ട് അനൂപ് തിരൂർ, ലേഡീസ് കെയർ കമർനീസ അബ്ദുൾ മജീദ്, സബില യൂസുഫ്, ഷക്കീല ഫറൂഖ്, സമീറ അനൂപ്, ബിനൂഷ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. അൽ ഫുർഖാൻ സെന്ററിൽ ചേർന്ന യോഗത്തിൽ അൽ ഫുർഖാൻ സെന്റർ പ്രസിഡന്റ് സൈഫുള്ള ഖാസിം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സുഹൈൽ മെലഡി സ്വാഗതവും അബുസലാം ബേപ്പൂർ നന്ദിയും പറഞ്ഞു. വ്യാജ റിക്രൂട്ട്മെന്റ് രേഖകൾ ഉപയോഗിച്ച തംകീൻ തൊഴിൽ ഫണ്ടിൽ നിന്ന് പണം കൈക്കലാക്കിയ കേസിൽ 2 പേർ പിടിയിൽ. ഹോട്ടലുടമയും ക്ലിയറൻസ് ഏജന്റുമാണ് പിടിയിലായത്. സ്വദേശി ജീവനക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തതായി കാണിച്ച് തംകീനിൽ നിന്നും ഫണ്ട് തട്ടിയെടുത്തതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനാവശ്യമായ രേഖകൾ വ്യാജമായി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 45,000 ദിനാറാണ് ഇത്തരത്തിൽ കൈക്കലാക്കിയത്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. അതുവരെ ഇവരെ റിമാൻഡിൽ വെക്കാൻ പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. ഈദിനോടനുബന്ധിച്ച് മാർക്കറ്റുകളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് വ്യവസായ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ ആഘോഷ അവസരങ്ങളിൽ അടിസ്ഥാന ഭക്ഷ്യവിഭവങ്ങളുടെ വിലക്കയറ്റം തടയാനും അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനുമാണ് പരിശോധന. മാംസം, പച്ചക്കറി, മത്സ്യ മാർക്കറ്റുകളിലും ബന്ധപ്പെട്ടവർ പരിശോധന നടത്തും. പൂഴ്ത്തിവെപ്പ്, വിലക്കയറ്റം എന്നിവ തടയുന്നതിനും നടപടി സ്വീകരിക്കും. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന മെഫിലെ ഈദ് പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ബലിപെരുന്നാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് 7-ന് മനാമ കന്നഡ ഭവൻ ഓഡിറ്റോറിയത്തിലാണ് മെഫ്തിലെ ഈദ് അരങ്ങേറുന്നത്. പ്രമുഖ മദ്ഗായകൻ ഹാഫിസ് സാദിഖ് ഫലി, സുഫൈർ സഖാഫി പടിഞ്ഞാറത്തറ എന്നിവർ നയിക്കുന്ന ഇശൽ വിരുന്ന് ശ്രവിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങളടക്കം വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഈദാഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന്
ഇതിനുശേഷം ബഹ്റൈനിലെ വിവിധ സെൻട്രൽ കേന്ദ്രങ്ങളിൽ ഈദ് മുലാഖത്ത് സംഘടിപ്പിക്കും. സന്ദേശ പ്രഭാഷണം, മധുര വിതരണം, ദുആ മജ്ലിസ് എന്നിവ നടക്കും. ഇത് സംബന്ധമായി ചെയർമാൻ അബുസലാം മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഘാടക സമിതി യോഗം പരിപാടികൾക്ക് അന്തിമ രൂപം നൽകി. ICF നാഷണൽ പ്രസിഡന്റ് KC സൈനുദ്ദീൻ സഖാഫി, ജനറൽ സെക്രട്ടറി MC അബ്ദുൽ കരീം, മുസ്തഫ ഹാജി കണ്ണപുരം, അബൂബക്കർ ലത്തീഫി, അബ്ദുൽ ഹക്കീം സഖാഫി, റാഫിഖ് ലത്തീഫി പരവൂർ, ഷാനവാസ് മദനി, സിയാദ് വളപട്ടണം, അബുസമദ് കാക്കടവ്, ഷമീർ പനൂർ, ഷംസു പൂക്കയിൽ, നിസാർ എടപ്പാൾ, ഷംസുദ്ദീൻ സഖാഫി, ഫൈസൽ ചെറുവണ്ണൂർ എന്നിവർ സംബന്ധിച്ചു. ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇസ ടൗൺ സോഷ്യൽ ചാരിറ്റി സൊസൈറ്റിയുമായി ചേർന്ന് 5 വീൽചെയറുകൾ സൗജന്യമായി നൽകി. ചടങ്ങിൽ ചെയർമാൻ സരീഷ് കൂറമ്പുള്ളിൽ, ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരും മുതിർന്ന കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഇസ ടൗൺ സോഷ്യൽ ചാരിറ്റി സൊസൈറ്റി ഡയറക്ടർ മുഹമ്മദ് ഷമലുവും മറ്റ് ഭാരവാഹികളും ചേർന്ന് ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി അംഗങ്ങളെ സ്വീകരിക്കുകയും വീൽചെയറുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തു. കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരസ്പര സഹകരണത്തോടുകൂടി നടപ്പാക്കുമെന്നും സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സൊസൈറ്റി എന്നും നിലകൊള്ളുമെന്നും ലേബർ ക്യാമ്പുകൾ സന്ദർശിച്ച് വേണ്ട സഹായങ്ങൾ നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭൂചലനത്തിൽ ഭീതിയിലാഴ്ന്ന തൃശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വീടുകൾക്കുൾപ്പെടെ നാശനഷ്ടമുണ്ടായി. ആളപായമുണ്ടായില്ലെങ്കിലും നാശനഷ്ടമുണ്ടായത് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി. തുടർചലനം ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് ശനിയാഴ്ച പകൽ ജനം കഴിഞ്ഞത്. കുന്നംകുളം മേഖലയിലെ ചൊവ്വന്നൂർ, പഴഞ്ഞി, പോർക്കുളം, കാട്ടകാമ്പൽ, മങ്ങാട്, പെരുമ്പിലാവ്, ചാലിശ്ശേരി എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഈ പ്രദേശങ്ങളിൽ 6 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആർത്താറ്റ് ചീരംകുളം സ്വദേശി തോട്ടുപുറത്ത് വീട്ടിൽ പ്രകാശിന്റെ വീടിനാണ് വലിയ നഷ്ടമുണ്ടായത്. വീടിന്റെ മുൻവശത്തെ മുറിയുടെ സൺഷെയ്ഡും വീടിന്റെ ഉൾഭാഗത്തെ ചുമരും തകർന്നു. ഏത് നിമിഷവും തകർന്നു വീഴാറായ കിടപ്പുമുറി കവുങ്ങിന്റെ തണ്ടുകൾ ഉപയോഗിച്ച് താങ്ങി നിർത്തിയിട്ടുണ്ട്. ആർത്താറ്റ് ആനായ്ക്കൽ തെക്കേക്കര പറമ്പിൽ അയ്യ തീയത്ത് വീട്ടിൽ സരസ്വതി, കൂരിപ്പറമ്പിൽ രമണി, പഷ്ണത്ത് വീട്ടിൽ അജിത് കുമാർ, കണ്ടണശ്ശേരി, കലാനഗറിൽ അന്തിക്കാട് വീട്ടിൽ റോസി എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഏയാലിൽ വീട്ടിലെ കിണറ്റിൽ മണിക്കൂറുകളോളം കുമിളകൾ പൊങ്ങുന്ന പ്രതിഭാസവുമുണ്ടായി. വിനോദിന്റെ വീട്ടിലെ കിണറ്റിലാണ് 1 മണിക്കൂർ നേരം ഇത് നീണ്ടു നിന്നത്. വലിയ ശബ്ദത്തോടെയായിരുന്നു 3 സെക്കൻഡ് നേരം ഭൂചലനം അനുഭവപ്പെട്ടത്. പലരും ഭയപ്പെട്ട് ബഹളം വെച്ച് റോഡിലേക്ക് ഇറങ്ങിയോടി. ഭൂചലനമാണെന്ന് ഉറപ്പാക്കിയതോടെ ജനം കൂടുതൽ ഭീതിയിലായി. ശനിയാഴ്ച കൂട്ടത്തോടെ പ്രവൃത്തി ദിനമാക്കിയത് സ്കൂൾ വിദ്യാർത്ഥികളുടെ കായിക സർഗാത്മക പരിശീലന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. ശനി, ഞായർ ദിവസങ്ങളാണ് മിക്ക വിദ്യാർത്ഥികളും ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നത്. സംഗീതം, നൃത്തം, ചിത്രരചന തുടങ്ങിയ സർഗാത്മക പ്രവർത്തനങ്ങൾക്കും കായിക പരിശീലനത്തിനുമുള്ള സമയമാണ് ശനിയാഴ്ചകൾ അധ്യയന ദിനമാക്കുന്നതിലൂടെ നഷ്ടമാവുക. ഇത് വിവിധ തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ കലാകായിക മത്സരങ്ങളിലെ പ്രകടനത്തെയും ബാധിക്കും. ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനമാക്കുന്നത് പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെയാണ് കൂടുതലായും ബാധിക്കുക. ഇവർക്ക് മാനസികോല്ലാസത്തിനുള്ള സമയം കുറയും. സ്കൗട്ട് ആൻഡ് ഗൈഡ്, സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതും ശനിയാഴ്ച ഉൾപ്പെടെയുള്ള അവധി ദിനങ്ങളാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ആഴ്ചയിൽ 6 ദിവസവും സ്കൂളിലെത്തണമെന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് ശനിയാഴ്ച അവധി നൽകിയിരിക്കുകയാണ്. ശനി, ഞായർ ദിവസങ്ങളാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ വിവിധ മത്സര പരീക്ഷകൾക്കായുള്ള പരിശീലനത്തിന് ഉപയോഗിക്കുന്നത്. അധ്യയന സമയത്തിൽ വർധന വരുത്തി 2015 ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് ശനിയാഴ്ച അവധി നൽകിയത്. അധ്യയനത്തിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുങ്ങാനുള്ള ദിവസം എന്ന സങ്കല്പത്തിലാണ് ആഴ്ചയിൽ 2 ദിവസം അവധി നൽകിയിരിക്കുന്നത്. ഇതാണ് 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയതിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് കവർന്നെടുത്തതെന്നാണ് ആക്ഷേപം. വിവിധ ഭാഷകളിലെ എഴുത്തുകാർക്കുള്ള യുവ ബാല പുരസ്കാരം പ്രഖ്യാപിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി. യുവ എഴുത്തുകാരുടെ വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് ശ്യാം കൃഷ്ണൻ R പുരസ്കാര ജേതാവായി. ബാലസാഹിത്യ അവാർഡ് മലയാളത്തിൽ നിന്ന് ഉണ്ണി അമ്മയമ്പലത്തിനും ലഭിച്ചു. അവാർഡിന് അർഹരായവർക്ക് 50,000 രൂപയും ഫലകവും ലഭിക്കും. കവിത, ചെറുകഥ, ഓർമ്മക്കുറിപ്പ് ഉൾപ്പെടെ എഴുത്തിന്റെ വിവിധ മേഖലകളാണ് അവാർഡിന് പരിഗണിച്ചത്. എടച്ചേരിയിൽ നാട്ടുകാർ തടഞ്ഞുവെച്ചതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. ചിറക്കൽ അരയമ്പലത്ത് കടിയത്ത് ഹൗസിൽ തൈക്കണ്ടി സൂരജാണ് വെള്ളിയാഴ്ച രാത്രി 11:30 കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണത്. ഉടൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. നേരത്തെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സൂരജ് കഴിഞ്ഞ ദിവസവും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും ബന്ധുക്കൾ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി എടച്ചേരിയിൽ നാട്ടുകാർ സൂരജിനെ തടഞ്ഞുവെച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ടൗൺ പോലീസ് എത്തി സൂരജിനെ കസ്റ്റഡിയിലെടുത്തത്. എടച്ചേരിയിലേക്ക് യാത്രക്കാരുമായി വന്ന് തിരിച്ചു പോകുകയായിരുന്ന ഇയാളെ സംശയത്തെ തുടർന്ന് നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. രാത്രി 10:30 സ്റ്റേഷനിലെത്തിച്ച സൂരജ് അരമണിക്കൂറിനകം സ്റ്റേഷനിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. സൂരജിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ
മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.